ഞാൻ പലപ്പോഴും ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഈ സൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴേ ഞാൻ ചെയ്യുന്ന ഒരു സെൽഫ് സാധനം എന്ന് പറയുന്നത് അന്നൊരിക്കൽ നാദുക്ക പറഞ്ഞില്ലേ, ചെറിയുള്ളി തേനിലിട്ടിട്ട് കഴിക്കാൻ. അങ്ങനെയല്ല, സാധാരണഗതിയിൽ നമ്മള് പണ്ട് ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോ ശബ്ദം ശരിയാകുന്ന പറഞ്ഞിട്ട് പലരും പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇരട്ടി മധുരം കഴിക്കാൻ പറയാറുണ്ട്. ഇരട്ടി മധുരം ചവച്ച് തിന്നാ നല്ലതെന്ന് പറയാറുണ്ട്. പിന്നെ വേറെ ഇരട്ടി മധുരത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തൊരു ഒരു പൊടി, അത് തൊണ്ടക്ക് ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷെ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് നമ്മുടെ ഒരു വിശ്വാസം കൂടിയാണ് അത് കഴിക്കുന്ന സമയത്ത്. പൊതുവെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിഷ്ണു ചേട്ടനാണെങ്കിലും പൊതുവെ ഒരു അസുഖം വന്നാൽ സെൽഫായിട്ട് നമ്മൾ മെഡിക്കേഷൻ എടുക്കുവാണോ അതോ ഒപ്പം തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കും? എങ്ങനെയാ? ഞാൻ അങ്ങനെ ഡോക്ടറെ കാണുകയില്ല, കുറവാണ്. ഒരു രക്ഷയില്ലാണ്ടായ മാത്രമേ ഡോക്ടറെ കാണാൻ പോകുള്ളൂ. അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഡോക്ടർക്ക് രക്ഷയില്ലാതെ കാണും. അല്ല, തനിയെ മാറാൻ വേണ്ടിയിട്ട് അടങ്ങി വാങ്ങി ഇരിക്കല്, അതാണ് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ബക്രു ചേട്ടാ, ഇപ്പൊ നോർമലി നമ്മള് ഈ പറയുന്ന പോലെ പണ്ടത്തെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറയും, അങ്ങനെ ചെയ്താൽ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ചിലത് മെഡിസിന് പറ്റില്ല, അല്ലെങ്കിൽ അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലത് ശരിയായിട്ടുള്ളതായിരിക്കാം, പക്ഷെ ചിലത് അത്ര അങ്ങനെ ശരിയാവണമല്ലോ. അതിനെപ്പറ്റി എന്താണ് ബക്രു ചേട്ടന് പറയാനുള്ളത്? എനിക്ക് മിക്കവാറും ജലദോഷവും അല്ലെങ്കിൽ എന്തെങ്കിലും കഫക്കെട്ടിൻ്റെ ഒരു തുടക്കം, പനി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു സ്ഥിരം പരിപാടിയാണ് വെളുത്തുള്ളി ഇട്ടിട്ട് ആവി പിടിക്കും. വെളുത്തുള്ളി ഇട്ടിട്ട് ആവി പിടിക്കും. അതൊരു 75% വിജയിച്ചിട്ടുണ്ട്. അല്ലാത്ത ഈ പറഞ്ഞ പോലെ കോവിഡ് പോലത്തെയൊക്കെ അല്ലേ, അതുപോലത്തെ കുഴപ്പം പിടിച്ച സാധനം വരുമ്പോൾ മാത്രമേ അതും കവർ ചെയ്ത് കയറി വരുള്ളൂ. അല്ലാതുള്ളതൊക്കെ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ നിരന്തരം നിരീക്ഷിച്ച് കുറെ സംഗതികൾ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുപോയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ, യെസ്, ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാമോ? എടാ, പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസമായി. ചാവുന്നതിന് മുമ്പ് അമ്മൂമ്മ എന്ന് കേൾക്കാൻ പറ്റുമോ എനിക്ക്? അതോ നിങ്ങൾക്കിനി പിള്ളേരൊന്നും വേണ്ടേ? എടാ, വേറെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ വേഗം ഹോസ്പിറ്റലിൽ കാണിക്കാം. ഞാനേ ഇപ്പൊ വിളിക്കാമേ. എന്തോ നാടേ ഇത്, കല്യാണം കഴിക്കുന്ന കുഞ്ഞിക്കാനെ കാണാൻ വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ തന്നെ 4-5 മാസമല്ലേ ആയോളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, 1 വർഷമെങ്കിലും കല്യാണം കഴിഞ്ഞ് കോൺട്രസെപ്റ്റീവ്സ് ഇല്ലാതെ ട്രൈ ചെയ്തിട്ടാണ് വന്ധ്യത എന്ന് ലേബൽ ചെയ്യാൻ പറ്റും. അത് പിന്നെ 35 വയസ്സിന് മേലെ ആണെങ്കിൽ പോലും 6 മാസമെങ്കിലും മിനിമം ട്രൈ ചെയ്യണം. ഇതൊക്കെ നീ സമയം കിട്ടുമ്പോൾ നിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നോക്ക്. പിന്നെ ആ ലാസ്റ്റ് സെന്റൻസ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഉടനെ സ്ത്രീകളുടെ കുഴപ്പമാണെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ 2 പേർക്കും കൂടി ഉള്ളതാണ്. എന്തെങ്കിലും നോക്കി ദഹിപ്പിക്കന്നെ എന്നെ ദേവിയെ. നമ്മുടെ അമ്മ ആയതുകൊണ്ടും അറിവില്ലായ്മ ഒരു കുറ്റമല്ലാത്തതുകൊണ്ടും തൽക്കാലം ഞാൻ വിട്ടുപിടിക്കാം. അപ്പോത്തിക്കാര്യം എന്ന് പറയുന്ന ഒരു പേജിലെ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട്, അതായത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗിനെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവരാരാണ്, ഈ ആക്ടേഴ്സൊക്കെ ആരാണെന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായി. അതുകൊണ്ട് ആ ടീമാണ് ഇന്നിവിടെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരുന്നത്. ഇവർ ഡോക്ടേഴ്സാണ്. ഞാനപ്പോൾ ഇവരെ സ്വാഗതം ചെയ്യട്ടെ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ടീം അപ്പോത്തിക്കാര്യം. നിങ്ങൾ എല്ലാവരും ഡോക്ടേഴ്സ് ആണ് അല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ആക്ച്വലി ഒരു സ്ഥലം പറയുന്നതിനെക്കാളും കാര്യം എല്ലായിടത്തും ഉണ്ട്. ട്രിവാൻഡ്രം ബേസ്ഡ് ഉണ്ട് ആൾക്കാരുണ്ട്, കൊല്ലം, തൊടുപുഴ, ഐ മീൻ വയനാട്. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ല, ഒരു 9 ഡോക്ടേഴ്സിന്റെ ടീമാണ്. ഞങ്ങൾ ഇപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. ഒരാൾ ചെന്നൈ ബേസ്ഡ് MMCയിലാണ്, ഒരാൾ ഭോപ്പാൽ എയിംസിലാണ്. എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഒരുമിച്ചു എന്നുള്ളത്. ഞങ്ങൾ ബേസിക്കലി 2010 MBBS ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ 2016 ഞങ്ങൾ എല്ലാവരും ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തു, ദ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആ ടീം വന്നത്. പിന്നീട് 2018 PG ഒക്കെ പഠിച്ച സമയത്ത് പലപ്പോഴായിട്ടുള്ള ചില ഇൻസിഡൻസിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, എല്ലാ ഇൻസിഡൻസും പെട്ടെന്ന് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, ചില ഇൻസിഡൻറ്റ് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പോത്തിക്കാർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുകയും പഠനശേഷം 2022 ഒക്ടോബർ റേഞ്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഇൻസിഡന്റ് ചിലതൊക്കെ ചിലപ്പം ജിഷ്ണു ഒക്കെ ആയിരിക്കും പറയാൻ ബെറ്റർ ആയിട്ടുള്ളത്. എന്തായിരുന്നു ഇൻസിഡന്റ് എന്ന് പറയാം? നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോകൾ എല്ലാവരും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കാണുമല്ലോ. അപ്പോൾ ചില വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ തോർത്തെടുത്ത് വയറ്റിൽ കെട്ടിയാൽ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞൊരു വീഡിയോ കാണും. അപ്പോൾ നമ്മൾ ഇത് ഉടായ്പാണല്ലോ തോന്നും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ടാവും ഇതേ വ്യക്തി തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കും. സംഗതി ഒരു കുമ്പിടി സെറ്റപ്പാണ്, ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. അപ്പോൾ ഒരുപാട് എറേഴ്സ് മെഡിക്കൽ മേഖലയിലുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി നമുക്ക് ഇതേപോലത്തെ ഈ എററിനൊക്കെ കറക്റ്റ് ചെയ്തൊരു വീഡിയോസ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചു. അങ്ങനെ ഇതിൽ നിന്നാണ് നമുക്ക് ഈ അപ്പോത്തിക്കാർ എന്നൊരു ആശയം വന്നതും എല്ലാവരും ഒരുമിച്ചും വീഡിയോസ് ചെയ്യുന്നതും. അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു അതിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താൽ, നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കുവാണെങ്കിൽ
ഇവർ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്ന വെറും പൊട്ടത്തരമായിരുന്നു എന്നുള്ളത്. ആദ്യത്തെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ സൗണ്ടിന് ചെറിയ ഉള്ളി തേനിലിട്ട് കുറെ കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ചാൽ ശരിയാവോ? അതിന് കുറച്ചുകൂടെ ഗ്യാസ് ഡോക്ടർ സച്ചിൻ പറയുന്നതായിരിക്കും മെഡിസിൻ ഗ്യാസ് ആണെന്നോ? ഓക്കെ, പറഞ്ഞോളൂ സച്ചിൻ ഡോക്ടർ. പലരും നമ്മൾ ഈ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചതാണ് നമ്മുടെ മനസ്സിൽ പലരുടെയും കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തെറ്റായ ഐഡിയാസ് ആണ്. കാരണം ഇതിന് നമുക്ക് സയന്റിഫിക് ആയിട്ട് ഒരു ബേസിസും ഇല്ല. ഇങ്ങനെ കഴിച്ചാൽ അത് മാറുമെന്നോ നമ്മുടെ സൗണ്ട് ബെറ്റർ ആവുമെന്നോ, അല്ലെങ്കിൽ ഇപ്പം കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടി വെളുക്കുമോ? ഒരിക്കലും വെളുക്കാൻ പോകുന്നില്ല. കുങ്കുമപ്പൂ മാനുഫാക്ചർ ചെയ്യണ കമ്പനിക്കാർ നല്ല പച്ച പിടിക്കുന്നല്ലാണ്ട് അത് വാങ്ങുന്ന ആൾക്കാർ വെളുക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല പല ഇൻസിഡൻസ് ഉണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഈ തേനും മറ്റേ വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്ന ഇതെല്ലാം കണക്ട് ആയുർവേദമായിട്ടൊരു ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്ന ചില വീഡിയോസ്, ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഈ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഇതിലുള്ളവര് അവർ ചിലപ്പോൾ ഇത് ഏറ്റെടുക്കാനും അതിനെതിരെ ഈ പറഞ്ഞ അത്തരം വിവാദങ്ങളിൽ നിങ്ങൾ പെടാറുണ്ടോ? അത് ബേസിക്കലി നമ്മൾ ആദ്യം വെച്ചൊരു കാർഡിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആണ് എല്ലാവരും നിൽക്കുന്നതെങ്കിലും നമ്മളൊരു ബ്രാഞ്ച് ഓഫ് മെഡിസിനെതിരെ അല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരരുത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മെൻഷൻ പോലും നമ്മുടെ ചാനലിൽ ഒരിടത്തും ഇല്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 400 വീഡിയോസിൽ ഒരിടത്ത് പോലും ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനെതിരെ നമ്മൾ ഒരു വാക്ക് പോലും ആവശ്യത്തെ പറഞ്ഞിട്ടില്ല. ഐ മീൻ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ദ തിങ് ഈസ് ഇറ്റ് ഷുഡ് ബി സയന്റിഫിക്, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. താല്പര്യമുണ്ട്, എയറിൽ പോകാൻ താല്പര്യമില്ല. ഡോക്ടർ ഏത് എല്ലാ ആരോഗ്യപരമായിട്ടുള്ള ഏത് ചികിത്സയ്ക്കും അവരുടേതായ ഒരു കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന സംഭവത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് ആയുർവേദം പറയും, മറ്റേത് ഹോമിയോപ്പതി, എല്ലാവരും പറയുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇവിടുത്തെ ഈ പറഞ്ഞ സംഭവത്തിനെ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ആൻസേഴ്സ് ഉണ്ടാവില്ലേ? പക്ഷെ ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽ പെട്ടവർക്കും തെറ്റുകൾ പറ്റാറില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ സയന്റിഫിക് മെഡിസിൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ ഓൾറെഡി നമ്മൾ ഈ സൈഡ് എഫക്ട്സ് കാരണം കേട്ടിട്ടുണ്ടാവല്ലോ, പല മരുന്നുകളും തിരിച്ചെടുത്തു അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ട് ആ മരുന്നിന്. അത് കോൺസ്റ്റന്റ്ലി പഠനങ്ങൾ നടക്കുന്നുണ്ടാണ്. സോ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ കുറെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരും. അതായത് ഇപ്പൊ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളായിട്ട് ഷെയർ ചെയ്യാമോ? ഒരു സ്ട്രൈക്കിംഗ് സാധനം പറയാം. ഈ അടുത്തിടെയായിട്ട് തമിഴ്നാട്ടിലെ 4-5 പിള്ളേരെ ഒരുമിച്ച് സ്കൂൾ കഴിഞ്ഞ് വരുമായിരുന്നു. അതിനകത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 കുട്ടികൾ, ഈ കുട്ടികളെല്ലാം പട്ടി കടിക്കുകയും 4 കുട്ടികൾ വാക്സിൻ, അവരുടെ മാതാപിതാക്കൾ വാക്സിൻ എടുപ്പിക്കുകയും ചെയ്തു. ഒരാളത് എടുത്തില്ല, അയാളുടെ പേരൻറ്റ് കൊണ്ടുപോയില്ല. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ കുട്ടി, എടുക്കാതിരുന്ന കുട്ടി റാബീസ് വന്ന് മരിച്ചു. അപ്പം കുട്ടിക്ക് അത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതില്ല, പക്ഷേ ഈ പേരൻസാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സാധാരണ പ്ലെയിനായിട്ട് അവരിത് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പൂച്ചയുടെ വീഡിയോ ഒരു നർമ്മത്തിൽ ഇറക്കിയത്, ഈ റാബീസിനെ മനസ്സിലാക്കി കൊടുക്കാൻ. അതായത് പൂച്ച മാന്തിയാൽ ചിലർക്ക് ഒരു ധാരണയുണ്ട്, പൂച്ച മാന്തി കഴിഞ്ഞാൽ ചിലപ്പം എടുക്കണ്ട എന്നുള്ളത്, കടിച്ചാൽ മാത്രമേ കുഴപ്പമുണ്ടെന്നുള്ളത്. വിഷ്ണുചേട്ടൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ല, എനിക്ക് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം, സാധാരണ കുറേ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ടന്റ് എടുത്തിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് അമ്മായിയമ്മയുടെ കുറ്റം പറയണ പോലെ ആക്കും അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് മരുമോളെ കുറ്റം പറയണ പോലെ ആയിരിക്കും. പക്ഷെ ഇവരത് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ ആയതുകൊണ്ടും അറിവില്ലായ്മ ഒരു കുറ്റമല്ലാത്തതുകൊണ്ടും ഞാൻ വിട്ടു എന്ന് പറയുന്നത് അത് നന്നായിരുന്നു. അത് ആക്ച്വലി കുറച്ചുപേര് അതിന്റെ താഴെ റിമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ച് എഴുതിയെന്നും പറയാൻ പറ്റില്ല. അതിന് ആ ഒരു കമന്റിന് വേണ്ടി എഴുതിയൊന്നും അല്ല, അങ്ങനെ എഴുതി വന്നതാ സത്യത്തിൽ. അത് വേറെ കാര്യമുണ്ട്. അത് ഡോക്ടറല്ലേ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വൈഫല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈഫ് കൈന്നിട്ടാണ് ഇതിന് ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പല ഡയലോഗ്സ് നമ്മൾ ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്തു. കാരണം ഞങ്ങൾ ആരും ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആക്ട് ചെയ്യുന്നത് ഈ റീൽസിന് വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടല്ല തിരിച്ച് ചെല്ലേണ്ടത്. അപ്പൊ അത് പക്ഷേ നിങ്ങൾ ഇവിടെ 2-3 തവണ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഞങ്ങൾ ആർട്ടിസ്റ്റ് അല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിനെ എന്താ പറയുക, ശക്തികണ്ഠം എതിർക്കുകയാണ്. കാരണം ഒരു ക്യാമറ, അത് ഏത് തരത്തിലുള്ള ക്യാമറ ആയിക്കോട്ടെ, അത് ഓണാക്കി വെച്ചിട്ട് ഒരു ഡയലോഗ് പഠിച്ചത് പ്രസൻറ്റ് ചെയ്ത് ഇപ്പോൾ ഈ കണ്ട ആവരത്തിൽ വരുമ്പോൾ 100% നിങ്ങൾ രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അദ്ദേഹം നല്ലൊരു ഡയറക്ടറുമാണ്. നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഒന്നാന്തരം
അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ സിനിമയെന്നായിരിക്കും അല്ലേ ഈ ടൈറ്റില്? അതായത് ആ ടൈറ്റിൽ ആക്ച്വലി എന്റെ ബ്രദർ സജസ്റ്റ് ചെയ്തത്. പുള്ളി സയന്റിസ്റ്റ് ആണ് യുഎസിൽ. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഇത് ആക്ച്വലി കുറെ ആൾക്കാർ ട്രോളുന്നുണ്ട് കേട്ടോ, പോത്തിക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോത്തിക്കാരി എന്ന് പറയുന്ന ആ വേർഡ് ബേസിക്കലി എല്ലാവർക്കും ഇപ്പൊ ഡോക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് ആ സിനിമയ്ക്ക് ശേഷം. അപ്പം അപ്പോത്തിക്കരി എന്ന് പറഞ്ഞ ആ ഒരു അപ്പോത്തിക്കരി പറയുന്ന കാര്യം, അപ്പോത്തിക്കാര്യം, പിന്നെ അതിനകത്തൊരു അപ്പോ ഇത്തിരി കാര്യം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനൂടെ. അപ്പോത്തിക്കരി ബേസിക്കലി മെഡിക്കൽ പ്രൊഫഷണൽ, പണ്ട് കാലത്ത് മെഡിക്കൽ പ്രൊഫഷണൽ, അതായത് മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുകയും മെഡിസിൻസ് കൊടുക്കുകയും ചെയ്തിരുന്ന ആൾക്കാരെ വിളിച്ചിരുന്ന ഒരു പേരാണ്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത്. ഓക്കെ, ഇതിൽ വേറെ നന്മയും കൂടി ഉണ്ട്. ഒരുപാട് പേരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള സാധനവും കൂടി നടക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഞാൻ പറഞ്ഞ റാബീസ് ഇല്ലേ, ഈ റാബീസ് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ സേവ് ചെയ്യാം. കാരണം അതിന്റെ അത്രയും വലുതാണ് അതിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ്. കാരണം മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ പുറത്തൊന്നും പോയിട്ടില്ലെങ്കിൽ അത് മാന്തിയാലും ഇത് വരുമോ? ആക്ച്വലി അത് നന്നായിട്ട് വാക്സിനേറ്റഡ് ആവണം, പരമാവധി അങ്ങനെ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിനിപ്പോ എനിക്ക് തോന്നുന്നു പുതിയ റെഗുലേഷൻസ് എല്ലാം വരുന്നുണ്ട്. വീട്ടിലൊരു പൂച്ച അതിന് സ്ഥിരം മാന്ത് മേടിക്കുന്നുണ്ട്. ഇതുണ്ടോ കഴിഞ്ഞ ദിവസം ഷാഡോനെ ഒന്നും ഞാൻ അല്ലതെ പല്ല് പാട് കണ്ടോ ഷാഡോനെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഡോക്ടേഴ്സെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളെ കാരണം ആ വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തു, പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ വന്നു എന്നുള്ളപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി. അത് മാത്രമല്ല സൊസൈറ്റിക്ക് നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ ആണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോസിലൂടെ അവർക്ക് ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കട്ടെ. നിങ്ങളും ഒരുപാട് വീഡിയോസ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ.